ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ശർമ്മയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തേക്കണം. അതിൻ്റെ വീഡിയോയ്ക്ക് ചെറിയൊരു ഇളക്കവും ചാഞ്ചാട്ടവും ഒക്കെ ഉണ്ട് കേട്ടോ. പുള്ളിക്ക് കറക്റ്റ് അറിയത്തില്ലല്ലോ എങ്ങനെയാണെന്ന്. ഇന്നും ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നല്ലാതെ വീഡിയോ അങ്ങനെ എടുത്ത് അധികം ശീലമില്ലല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ എടുത്തേക്കുന്ന സ്ഥലമൊക്കെ നോക്കി എത്ര ക്ലീൻ ആക്കി ഇട്ടതിന് ശേഷമാണ് പുള്ളി വീഡിയോ എടുത്തേക്കണമെന്ന് നോക്കി. ഞാനാണ് ഇത്രയും വൃത്തിയാക്കത്തില്ലല്ലോ, വൃത്തിയാക്കത്തില്ലെന്നല്ല, ഇത്രയും പെർഫെക്റ്റായിട്ട് നമ്മൾ രാവിലെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടൊന്നും അല്ലല്ലോ ഞാൻ വീഡിയോ എടുക്കണം. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരും, ഇവർക്ക് ഫുഡ് കൊടുക്കും, പറമ്പിൽ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ഇല്ല. അതെല്ലാം അവർ ചെയ്ത് പറമ്പിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് എല്ലാം കിടക്കാനുള്ള സ്ഥലമൊക്കെ വൃത്തിയാക്കിയിട്ട് ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. ഫുഡ് അമ്മ കൊടുത്തേക്കണമെന്ന് പറഞ്ഞത് മീനൊക്കെ ഇട്ട് കുഴച്ചിട്ടൊക്കെ അല്ലേ കൊടുക്കേണ്ടത്. കാരണം പുള്ളിക്ക് പറ്റത്തില്ല. നമ്മുടെ ഹംസീനെയും കിട്ടി, ടർക്കിക്ക് തീറ്റ കൊടുത്തു, കോഴികൾക്കും തീറ്റ കൊടുത്തു. പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശർമ്മയ്ക്ക് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ശർമ്മയുടെ ടർക്കീനെയും 5 കോഴി, മീനും ചാണകമൊക്കെ കൊടുത്ത് മേടിച്ച കോഴികളില്ലേ, അപ്പോൾ അങ്ങനെ 5 കോഴിയുണ്ട്. 5 കോഴിയും കൂടും കൂടെ നമ്മൾ വിൽക്കാൻ പോവുകയാണ് 49,000 രൂപയ്ക്ക്. അപ്പോൾ അടുത്തുള്ള ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് പറയുക, തരുന്നതായിരിക്കും. കൊണ്ടുവന്ന് തരണമെങ്കിൽ അങ്ങനെ തരാം. എന്തായാലും നല്ല സ്ട്രോങ് കൂടാണ്. 2 തട്ടായിട്ടൊക്കെ കോഴികളെ അല്ലെങ്കിൽ അടിയിൽ മുയലിനെ വളർത്തും, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. പൈസയ്ക്ക് ആവശ്യമായതുകൊണ്ടാണ് ശർമ്മ ഇത് കൊടുക്കണം, അല്ലെങ്കിൽ അവൻ കൊടുക്കത്തില്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പശുവിനെ കണ്ടെത്തിക്കൊണ്ട് കെട്ടാനായിട്ട്. അത് കാരണം ഇപ്പം നമ്മൾ ആ കണ്ടത്തിൽ കൊണ്ടുവന്ന് കെട്ടിയൊക്കെയാണ്. അപ്പോൾ ശരിയാണ്, ഇഷ്ടംപോലെ പുല്ലുണ്ട്. കയറാനും ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ ഉള്ളൂ, അത് സാരമില്ല. അപ്പോൾ ശർമ്മ തന്നെ വന്നിട്ട് അഴിച്ചോളാമെന്നും പറഞ്ഞിട്ടുണ്ട്. അമ്മ പോവും, അഴിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹാവ് എ നൈസ് ഡേ.